നമസ്കാരം. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ശ്രാവണപുത്രദ ഏകാദശി അഥവാ പവിത്ര ഏകാദശി വരുന്നത് ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ്. ഈ ഏകാദശിയെക്കുറിച്ച് മുഴുവനായും മനസ്സിലാക്കാൻ വീഡിയോ പൂർണ്ണമായും കാണുക. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സന്താനഭാഗ്യത്തിനായും സന്താനക്ഷേമത്തിനായും എടുക്കാവുന്ന വ്രതമാണ് പുത്രദ ഏകാദശി. പവിത്ര ഏകാദശി, പവിത്രോപന ഏകാദശി എന്നീ പേരുകളിലും ഈ ഏകാദശി അറിയപ്പെടുന്നു. ഈ ഏകാദശിയുടെ മാഹാത്മ്യ കഥ ഭവിഷ്യപുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. എല്ലാ വ്രതമാഹാത്മ്യ കഥകളും പോലെ ഇതും ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഉള്ളത്. മഹിഷ്മതി എന്ന നഗരത്തിലെ സദ്ഗുണസമ്പന്നനായ രാജാവായിരുന്നു മഹീജിത്ത്. സർവ്വഗുണങ്ങളുമുള്ള രാജാവിന് പക്ഷേ സന്താനങ്ങളില്ലായിരുന്നു. ഇതുകാരണം രാജാവ് സദാ ദുഃഖിതനായി കാണപ്പെട്ടു. സന്തതിയില്ലാത്ത ദുഃഖം കൊണ്ട് വലഞ്ഞ അദ്ദേഹം ദിവസം ചെല്ലും തോറും കൂടുതൽ ദുഃഖിതനായി. ഒരിക്കൽ തൻ്റെ പ്രജകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം ഉള്ളുലഞ്ഞു പറഞ്ഞു, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത നീതിമാനായ സത്യസന്ധനായ തൻ്റെ പ്രജകളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ആരെയും വെറുക്കാത്ത ഏവരെയും തുല്യരായി കാണുന്ന എനിക്ക് ജീവിതത്തിൽ ഇത്ര വലിയ ദുഃഖം വന്നതെന്തുകൊണ്ട്? ഇതിനു പിന്നിലെ കാരണം എന്തെന്ന് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ. ഇത്രയുമായപ്പോൾ രാജാവിൻ്റെ മന്ത്രിമാരും ഉപദേശകരും വനത്തിലേക്ക് പുറപ്പെട്ടു. മഹാജ്ഞാനിയായ ലോമാഷമുനിയുടെ മുന്നിലെത്തപ്പെട്ട അവർ തൻ്റെ രാജാവിൻ്റെ ദുഃഖം അവതരിപ്പിച്ചു. ഒരു പരിഹാരം പറഞ്ഞു തരണമേ എന്നപേക്ഷിച്ചു. അപ്പോൾ ലോമാഷമുനി പറഞ്ഞു, മുൻജന്മത്തിൽ ഈ രാജാവ് വളരെ ദരിദ്രനായിരുന്നു. നീചമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നു. അവൻ ഗ്രാമം തോറും അലഞ്ഞു നടന്ന് ഉപദ്രവമുണ്ടാക്കിയിരുന്നു. ഒരു ദ്വാദശി നാളിൽ ഒരു ജലസ്രോതസ്സിൽ നിന്നും വെള്ളം കുടിക്കാനായി ഇവൻ പോയിരുന്നു. തലേന്നു മുതൽ പട്ടിണിയിലായിരുന്ന അവൻ അതിയായ വിശപ്പിലും ദാഹത്തിലുമായിരുന്നു. അതേസമയം ഗർഭിണിയായ ഒരു പശുവും വെള്ളം കുടിക്കാനായി അവിടെ എത്തി. വെള്ളം കുടിക്കാനുള്ള ആർത്തിയിൽ അവൻ പശുവിനെ തള്ളി മാറ്റുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. എന്നാൽ ആ അമ്മ പശുവിന് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുവാനിടയായി. ഈ പാപമാണ് രാജാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കു കാരണം. അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ഏകാദശി നാളിൽ ഉപവസിച്ചതിനാലുള്ള പുണ്യത്താലാണ് ഈ ജന്മത്തിൽ രാജാവായി ജനിച്ചത്. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി യഥാവിധി ആചരിക്കുന്നത് മുജ്ജന്മ പാപങ്ങൾ തീരുന്നതിനും ഒരു പുത്രനെ ലഭിക്കുന്നതിനും ഫലം നൽകും. മുനിയുടെ ഈ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മന്ത്രിമാരും മുഴുവൻ ജനങ്ങളും രാജാവിനൊപ്പം ഏകാദശി ആചരിച്ചു. ശേഷം ഏവരുടെയും ഉപവാസത്തിൻ്റെ ഗുണഫലം രാജാവിന് നൽകി. തൽഫലമായി രാജ്ഞി ഗർഭം ധരിക്കുകയും സദ്ഗുണസമ്പന്നനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ ശേഷം കൃഷ്ണൻ കഥ ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഏകാദശി പുത്രദ ഏകാദശി എന്ന് അറിയപ്പെട്ടു. പുത്രനെ ആഗ്രഹിക്കുന്നവർ ഈ ഏകാദശി വിധിയാവണ്ണം ആചരിക്കുക. ഇതിൻ്റെ ആചരണം ഇഹലോകത്തും പരലോകത്തും സന്തോഷം നൽകുന്നു. ഈ ഏകാദശി മാഹാത്മ്യ കഥ കേൾക്കുന്നത് പോലും യജ്ഞങ്ങളിൽ പങ്കെടുത്ത ഗുണഫലം നൽകുന്നു. ഈ ഏകാദശി ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ആചരിക്കുന്നതെങ്കിൽ പങ്കാളികൾ 2 പേരും വ്രതമെടുക്കണം. തലേന്ന് ദശമി നാളിൽ ഒരിക്കലൂണോടെ വ്രതം ആരംഭിക്കാവുന്നതാണ്. ബ്രഹ്മചര്യനിഷ്ഠ, സസ്യാഹാര ഭക്ഷണം, പകലുറക്കം പാടില്ല, എണ്ണ തേച്ച് കുളിക്കരുത്, ധാന്യഭക്ഷണം പാടില്ല, ഉള്ളി വെളുത്തുള്ളി ഇവ ഉപയോഗിക്കരുത് തുടങ്ങി പൊതുവായ വ്രതനിഷ്ഠകൾ പാലിക്കുക. ഏകാദശി നാളിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് വിഷ്ണു ഭഗവാനെ ഭജിക്കുക. ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഉപവാസമായോ പാലും ഫലങ്ങളും കഴിച്ചോ തുളസീതീർത്ഥം മാത്രം സേവിച്ചോ വ്രതമെടുക്കാം. ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും പൂർണ്ണമായ വിഷ്ണുഭക്തിയാൽ ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചു കഴിയുക. അന്നേ ദിവസം ദാനം ചെയ്യുന്നതും ബ്രാഹ്മണർക്ക് ഭോജനവും ദാനവും നൽകുന്നതും സന്താനഭാഗ്യം ലഭിക്കാൻ ഉത്തമമാണ്. ഹരിവാസര സമയത്ത് ഭഗവാൻ ഭൂമിയിലേക്കെത്തുന്നു എന്നാണ്. അതുകൊണ്ട് ഈ സമയം വെള്ളം പോലും കുടിക്കാതെ ഭഗവാനെ ഭജിച്ചാൽ കൂടുതൽ ഫലപ്രദമാണ്. പിറ്റേന്ന് ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് പാരണമിടാവുന്നതാണ്. ഇത്തവണ വ്രതമെടുക്കേണ്ടത് 16-ാം തീയതിയാണ്. ഏകാദശി തിഥി വരുന്നത് 2024 ഓഗസ്റ്റ് 15 രാവിലെ 10:27 മുതൽ ഓഗസ്റ്റ് 16 രാവിലെ 9:40 വരെയാണ്. ഹരിവാസര സമയം ഓഗസ്റ്റ് 16
ഉദയത്തിന് മുൻപ് അതികാலை 3:16 മുതൽ വൈകിട്ട് 3:16 വരെയാണ്. പാരണ സമയം ഓഗസ്റ്റ് 17 രാവിലെ 6:15 മുതൽ 8:10 വരെയാണ്. മുജ്ജന്മ പാപങ്ങൾ ഇല്ലാതാകുന്നതിനും സന്താനങ്ങളുടെ ശ്രേയസ്സിനും സന്താനങ്ങളില്ലാത്തവർക്ക് സത്സന്താനങ്ങളെ ലഭിക്കുന്നതിനും എല്ലാം ഫലം നൽകുന്ന ഈ ഏകാദശി ഏവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യൂ. ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.